Hey everybody, this is Shweta. My name is Inder and welcome to our Channel. It's time for next scene from movie Best Actor. Let's watch it. Let's watch it. Waka waka It's time for Africa. ആദിത്യ എല്ലാവരും കൂടി സിംഗിൾ ഡാൻസ് കളിക്കുന്ന വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പറഞ്ഞേക്കണത് എന്തിനാ കുഞ്ഞു തങ്ങൾ നിനക്ക് ട്യൂഷൻ എടുക്കേണ്ടി വരും. പേടിച്ചു പോയി കേട്ടോ. നമ്പർ വന്നിന് പൊക്കോട്ടെ. ഷാജി ഈ മിമിക്രിക്കാർ ജയിലിൽ സൗണ്ട് എടുക്കുമ്പോൾ പറയാറുള്ളൊരു ഷാജി ഏത് പോർക്കാണ് നിനക്ക് പഠിപ്പിക്കണത്? കുട്ടികളെ ഷാജി വലിയ മിമിക്രിക്കാരനാണല്ലേടാ. ഇനി നീ ആ പെണ്ണിന്റെ പുറകെ നടക്കോ, മുമ്പിൽ നടക്കോ? ഇങ്ങനെയൊക്കെ കാണാൻ നിനക്ക് അറിയാതെ കണക്ക്. നിങ്ങൾ ഏത് പന്നിയ കോളേജിൽ കൊണ്ടുവന്ന് ഇരുമ്പ് കസേരയിട്ടേക്കണം. ആ പൊട്ടം പുഷ്പിക്കണല്ലോ. ഈ പൂങ്കാവനത്തിൽ പഠിക്കാൻ പറ്റാതെ നഷ്ടമായി പോയി. നമുക്കിനി കോളേജ് ലൊക്കേഷൻ പിടിച്ചാൽ മതി. ചെറിയ വേറല്ലേ, ഒരു ത്രില്ലില്ല. ആ മാസാനെ ഇവൻ ഇതുവരെ കിട്ടിയത് മതിയായില്ലേ? ഈ പന്നിയുടെ നട്ടലിന്റെ പവർ ബോൾ പിടിക്കുന്നതിന് Where's Bombay? ജീവനി കൊതിയുള്ളവന്മാർ വല്ല കുണ്ടിലും പോയി ഒളിച്ചോട്ടാ. He cannot speak now. Come on, come on. बच गया. എന്റെ പൊന്നു പെണ്ണാമാരെ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചോട്ടെ. He is smart. ഞാനിവിടെ എക്സസൈസ് ചെയ്യടി. ചെയ്യാത്ത പണിയൊക്കെ ചെയ്ത് ഇത് റിഹേഴ്സലല്ലേ? നീ പോയിച്ചോ. ഇപ്പൊ വിളിച്ചാൽ ഈ ഒച്ചയും ബഹളും അത്യാവശ്യ കാര്യങ്ങൾ പറയാനല്ലേ വിളിക്കുന്നത്.
He is smart. He's smart but he's बोलता फैमिली टाइम नहीं हो पा रहा है. हाँ. लगी हो गया बहुत जोरों के लोगों. എന്റെ മദ്യപരമ്പര ദൈവമേ, ഇതുകൊണ്ടാണ് മിന്നിച്ചാക്കണേ. ഒരു മരുന്നിന് പോലും ബാക്കി വെച്ചില്ലോ ചവമേ. ഞാനിടത്തെ എന്റെ ആത്മാവിന്റെ മുറിവുണക്കാനായിട്ടാണ്. എന്തിന്റെ ആത്മാവിന്റെ ഭാഗ്യത്തിന് എന്റെ അവിടെ ഒന്നും മുറിഞ്ഞില്ല. ലോകം മുഴുവൻ കേൾക്കാനും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം? ഈ കോളേജിലുള്ള 5 വയസ്സാണ് വിവരമില്ലാത്തവന്മാരാണ് കേട്ടാ. ഈ കണ്ണൂരെന്താ വ്യൂരെന്താ ഒരു ടാപ്പിന് അറിയില്ലെന്നേ. പിന്നെ കോപ്പല്ലേ ഇതൊന്നും പറയാതെ ഈ പിള്ളേരെങ്ങനെ ജീവിക്കും? നല്ല പിള്ളേരാണ്. പോക്കുതീർത്ത് കൂട്ടിക്കയറി ഞാനൊരു എഴുതാനൊരു ഭാഗ്യം അല്ലെങ്കിൽ എന്നിട്ട് ആൾക്കായിട്ടൊന്നും കണ്ടില്ലല്ലോ. ആകാശത്തും താഴെ ഇറക്കിയിട്ട് വേണ്ട അഭ്യാസം കാണിക്കാൻ. പിന്നെ ആൾക്കായിട്ട് നടത്താൻ ടൂറിരിക്കും. ആകെ ബാക്കിയായിട്ട് വിറ്റാങ്ങത്തെയാണ്. അതാണെങ്കിൽ ആകാനെടുത്ത് പിന്നെ ഒരാളെന്ന് പറഞ്ഞ് തുരുമ്പിച്ച സാധനം. അതുകൊണ്ട് പഴം മുറിച്ച പഴത്തിന് കരിക്കിലാവും. അതാണെങ്കിൽ ചായകളുടെ കയ്യില് അത് വെച്ച് വൈകിട്ട് കണ്ടല്ല. ഒരുപാട് വെച്ച് വായിച്ച വടക്കം വീരകാഥ സിനിമ ആള് പോയി. അത് പോയത് നന്നായി. തുരുമ്പോട്ട് സെപ്റ്റിക്കായി ചാവൂലല്ലോ. ഒത്തുവെപ്പിന്റെ കാശാവും. അതേപോലെ നമ്മുടെ ബോംബെക്കാരനെ കണ്ടില്ലല്ലോ. ഈ അടികൊണ്ട് അധോലോകത്തിലേക്ക് തന്നെ പോയാ. ഞാനെന്നെ പറഞ്ഞില്ല പന്നിപ്പാണ്. എവിടെ പോയിട്ട് കൊല്ല്. അതിനു എനിക്ക് പറയാനോടൊന്ന് കേൾക്കണം. നീ ഒരു കോപ്പം പറയണ്ട. പന്നി എന്തൊക്കെയായിരുന്നു താങ്കള്? വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരവനാണ്, എന്റെ ഉമ്മയുടെ 16ആണ്. ഇപ്പൊ ഞാൻ പറയാനാണ് ഈ കള്ളപ്പോർക്കിന് കുഴപ്പം. കണ്ടില്ല. അതെ, ഒടുവിലായിരുന്നു. ഒരു കാര്യമില്ലാതെ കോളേജ് പിള്ളേർ ഇത് കൊള്ളാൻ എന്റെ തല കോളമൊന്നുമില്ല. ഡയലോഗ് എടുത്തെങ്കിൽ ചൊറിഞ്ഞാറുണ്ടല്ലോ. വരട്ടൂരായിരിക്കും. പിന്നെ ഒരു കേസുകാരൻ വന്നിരിക്കുന്നു. കോളേജ് പിള്ളേര് പൊറോട്ട മാവോ ഈ കേന്ദ്രം കണ്ടില്ലല്ലോ. ആ ഞാൻ അവരോട് വായിട്ട് കളിക്കാതിരിക്കുന്നു. കുഴപ്പമില്ല പറ്റുന്ന ഞാൻ പറഞ്ഞുതരാം. ഓ പറഞ്ഞാൽ സ്കൂൾ ടീച്ചർ ആക്ച്വലി ചവിട്ടോടെ ഇണക്ക് ഏഴാം കൂടെ ചങ്കര ചേട്ടാന്നായി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവില്ല. എങ്കിലും വിവരമുള്ളവർ പറയുന്നത് കേൾക്കണേ. അത്രയും പേരുടെ ഒറ്റയ്ക്ക് നിന്ന് അടിക്കാൻ ഇന്ത്യ ഒരാൾക്കേ പറ്റൂ. രജനീകാന്തിന് അടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഏത് അധോലോകക്കാരനും ഒറ്റ ഐറ്റേ ഉള്ളൂ, ഓട്ടം. അതിപ്പോ ബോംബെയിലായാലും ശരി, ബർമയിലായാലും ശരി. കൊച്ചിരിക്കുന്നത് അടിക്കാത്ത വിറ്റാമിൻ പ്രവർത്തിക്കണമെന്നില്ലല്ലോ. ബുദ്ധിയുള്ളവരുടെ കാര്യം പറഞ്ഞു. പാണ്ടിലോ ഒരു 15 രൂപ വെച്ചാൽ മാക്കുകൾ ഇങ്ങനെ മസയിൽ പിടിച്ച് നിൽക്കും. ഇതായിരിക്കും ഇത് പ്ലാനിങ്ങിന്റെ കുഴപ്പശനെ. അങ്ങനെയാ മാസം നീയേ. അപ്പൊ നമുക്ക് കരുവൻ പോകാനൊക്കെ നമ്മൾ കൊടുത്ത് കൂട്ടിയാലോ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അടുത്ത പണി വരട്ടെ. നമുക്ക് ഈ പ്ലാനിങ്ങിന്റെ കുറവ് അങ്ങോട്ട് തീർക്കാം. എടോ ബോംബെ, താൻ തന്നെ ഒരു പ്ലാൻ അങ്ങാട്ടിട്ട്. വെക്കണം. അപ്പൊ തിരിച്ചു വെക്കണം. नेक्स्ट कॉन्ट्रैक्ट अभी देखते क्या प्लानिंग करेगा. അയ്യോ ഈ
बड़ी किसी को मार नहीं रहा। ഞാനൊന്ന് സാറിനോട് ചാൻസ് ചോദിക്കാൻ വന്നില്ലേ? ആ മോഹനാണ് സാർ. अच्छा ये वही डायरेक्टर लोग हैं, ये वही डायरेक्टर लोग हैं। അത് ശരി, നിങ്ങൾ ജലോത്സവം തുടങ്ങിയ എന്താണ് എല്ലാവരും ഭയങ്കര സീരിയസ്? ഓ, ഞാനിങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു. ആശാന്റെ പുരാണ ഗതാപ്രസംഗം. അവൻ പറഞ്ഞത് നേരാ. ഞാനിപ്പോ കോമഡിക്കാരനാ. പക്ഷെ പള്ളി കൊച്ചിയില് ഈ ഡെന്നറും ഇവന്റെ തന്റെ എസ്തപ്പാനും കൂടെ പിരിഞ്ഞൊന്നും നിന്നാ പോലീസ് വണ്ടി റിവേഴ്സ് എടുത്ത് പോകുമായിരുന്നു. പറഞ്ഞാ എന്തായാലും വിശ്വസിക്കൂല. അപ്പൊ ഈ പ്രാഞ്ചി ഷാജിയൊക്കെ മൂക്കളെ മാലിച്ച് നടക്കുന്ന നക്കോലി കൂടുതലാണ്. അതിനിടയ്ക്ക് എപ്പോഴും ഈ കോട്ടലും കയറി വന്ന് അന്ന് കൂടെ നിന്ന് പഴി പഠിച്ചവരൊക്കെ ബെടാ പാർട്ടികളായി. ഇവൻ ഒരു കൊറക്കഴവരെ പോലെ. ആശാനെന്താ ഒരുമാതിരി ഹിന്ദി വർത്താനം പറയണത്? ഇത്രയും സീനിയറായിട്ട് വേറെ ആരുണ്ട് ഈ പ്രദേശത്ത്? ഏത് കൊച്ചിക്കാരന്റെ ആശാനം പറഞ്ഞൊരു സ്പെഷ്യൽ ബഹുമാനം തന്നെയാണ്. അതില്ലാത്തവനെ കൊണ്ട് രാജ്യം ബഹുമാനിപ്പിക്കുകയും ചെയ്യും. ഇലക്ഷന് നിൽക്കാനേ ഇങ്ങനെ പുട്ടുപോലെ പാട്ടുംപാടി ജയിപ്പിക്കുന്ന പേര് നാളെ കൊച്ചിയിലെ മന്ത്രിയാണ്. മന്ത്രിയല്ല കാണുമ്പോ എല്ലാരും ആശാനെന്നൊക്കെ വിളിക്കും. പക്ഷെ പ്രായം ചെന്നാ പിന്നെ ഏത് കേടി എടുക്കാത്ത നോട്ട് പോലെയാണ്. നിങ്ങൾ രണ്ട് തെറിയേക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നലുണ്ടാവുന്നത്. അത് കേൾക്കാനാണ് ഞങ്ങൾ ഈ ചൊറിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കുരുവോട്ടോന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ആശാനെ. ഞാനിത് നിങ്ങളോട് പറഞ്ഞാവേ, ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞതാണ്. പാണ്ഡ്യത്തിന് മരുന്ന് പൈപ്പോളം മാത്രമായിട്ടൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്. രാജപാളയം പറ്റിയ പോലെ അകത്താട്ട് വളർന്ന വയറും ഉന്തിപ്പിടിച്ചു നിൽക്കണം നെഞ്ചും കൂടായിട്ടാണെന്ന ഒരു വാടാതെ ചെക്കനായിരുന്നു ഷാജി. അതിന്റെ ഒരു വഴിവിട്ട അതിനോട് ജീവനും മേലാണ് പോവും. അത് എന്റെ ചെക്കനിപ്പോ ആരുടെ പക്കത്തിൽ ഞെണ്ടിക്കണ്ടെങ്കിൽ അതിന് കാരണം നിൽക്കണം. अरे की स्टोरी है रे पीछे पीछे। ഒരു കപടത്തിനടിക്കാൻ Everyone has their own stories. ചത്തുപോയ അപ്പന്റെ സ്ഥാനത്താണ് ഞാൻ ആശാനെ കാണുന്നത്. ഇതാണ് ഞങ്ങൾ കൊച്ചിക്കാരുടെ ഒരു കുഴപ്പം. കൂടെയുള്ളവരൊരു ദണ്ണം വന്നാ അത് കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ദണ്ണമാണ്. ബോംബെയിലൊക്കെ എങ്ങനെയാന്ന് ഞങ്ങൾക്കറിയില്ല കേട്ടോ. പുറത്തുനിന്ന് നോക്കണവന്മാര് നമ്മ കേടികളാണ് കെട്ടവരാണെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ കൂട്ടത്തിലുള്ളവർ തമ്മിൽ ഒരിക്കലും കിരികിരിട്ടാ നിങ്ങൾ തമ്മിൽ പോട്ടി ഉണ്ടാകരുതെന്ന് എപ്പോഴും ജോലിയായിട്ടിരിക്കണമെന്ന് ഞാൻ പറയരുത്. സത്യം. സത്യം. ഇത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡില്ലേ? ആശാനെ കിട്ടിയതാണ് ഏറ്റവും മികച്ച ചുവക്കുള്ള സ്റ്റേറ്റ് അവാർഡ്. ആ അവാർഡ് കിട്ടിയത് നിന്റെ തന്തയ്ക്ക്. ഇതാരുടെയാണെന്നറിയാമോ? സൂപ്പർ സ്റ്റാർ വിമൽകുമാറിന്റെ. ഇതെങ്ങനെ ഇവിടെ വന്നു? കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങേരൊരു പടത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. അത് ഇറക്കാണ് ഈ അവാർഡ് കിട്ടിയത്. അത് മേടിച്ചോണ്ട് നേരെ പോകുന്നു ഇങ്ങോട്ട്. സ്ഥലം കൊടുത്തിട്ട് അയാൾ മൈൻഡ് ചെയ്തില്ല. അത്രയ്ക്ക് അഹങ്കാരം കാണിക്കാവാ. സ്വർണ്ണമാണെന്ന് കരുതി അടിച്ചു മാറ്റിയതാണ്. ഏയ്, उसका ड्रीम है ना। ഇനി ഞാൻ ഇവിടെ സിനിമ കാണാമെന്നല്ല. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന് നോക്കത്തില്ല. ഒരു ദിവസമെങ്കിലും വന്നാലെന്താ? അത് ഫോണിൽ കൊണ്ട് പറയാൻ പറ്റത്തില്ല. അതെന്താ? ഞാൻ വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. ഹലോ അച്ഛാ. അച്ഛാ ഹലോ. अरे रे ചായ. ഇവിടെ എവിടെയും ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത്. ഇവിടെ ഇപ്പൊ സിനിമ ലൊക്കേഷൻ അല്ലേ? ആഹാ, എന്നിട്ട് ചേച്ചി ഇവിടെ വഴക്ക് തോന്നിക്കൊണ്ട് നിൽക്കണം. അതോ ഞാൻ നയിക്കാവുന്ന അടിവാര് പറയണ പോലെ ഇനി നായികയായിട്ട് വന്നാ അങ്ങനെ പറയരുത്. ചേച്ചിക്ക് നല്ല അടിപൊളി അമ്മവേഷമല്ലേ സിനിമാക്കാര് കൊടുത്തത്. അമ്മവേഷത്തിൽ അഭിനയിക്കുന്നില്ല, ജീവിക്കല്ലേ. ഒരു സിനിമാക്കാരൻ
അന്നേ അതൊന്ന് കലക്കി കഴിഞ്ഞിട്ടില്ലേ ചിലപ്പോ ഞാൻ ഒരു നടി ആവുന്ന. വാ എസ്കേപ്പ് അല്ലെങ്കിൽ ചേച്ചി നമ്മളെയും കലക്കും വാ ആ പോട്ടെ അവരൊരു കോമഡി പറഞ്ഞില്ലേ ഈ കൊച്ചിനെ കഷ്ടപ്പെട്ട് വളർത്തുമ്പോഴേ തിരിഞ്ഞു നോക്കാൻ ഒരു കോമഡിക്കാരെ കണ്ടിട്ടില്ല ആശാനെ. अरे സാരമില്ല. വാങ്ങി ആര് എന്ത് എങ്ങനെ അയ്യോ ഡേയ്, ഓടെ. അല്ല ബ്രാഞ്ചി സത്യത്തിലാ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്ന് മദ്രാശി പോയതാണ് എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി. ഈ അടി പിടി വേടി ഇതാണ് സിനിമ. Okay. പുല്ല് തിന്ന് കാവായിട്ട് പോയി പാല് കിടക്കുന്ന പശുവായിട്ട് വന്നു. अरे रे Okay, लेकिन कॉलेज वाला सीन मस्त था. He smart था, प्रोफेसर बन के निकल गया. He left from there. we got the old man. They back everyone. Actually, But now he's also getting to know them. उनकी In the personal problems, backstory backstory, and सब all, कैसा हाँ. क्या है, of course. Hmm. Yes, but the thing is, he is not giving time to his family also. वो थोड़ा मेरे को बुरा लगा वहाँ पे ना, थोड़ा सा ये लगा कि यार come on, He should focus on the family as well. like at least spare some time, half an hour or something like that. Yes. But now he And they were the same guys. जिसने ये भेजा है. हाँ absolutely जिनको मूवी बनानी वो लोग नहीं मार खाया अभी. सही है, ऐसे ही होना. और वो बोल भी रहे More. one more chance and all. Okay, cool. Let's wait for more scenes, guys. Meanwhile, take care. Bye bye.